എല്ലാവർക്കും സുഖമല്ലേ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും നാട്ടിലെ അവസ്ഥ അത്രയും കഷ്ടപ്പാടെന്ന് എനിക്കിപ്പോ എന്താ പറയാ രാവിലെ എണീറ്റപ്പോ ന്യൂസ് കണ്ടപ്പോഴാണ് അറിയുന്നത്. വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ചു. എത്രയോ പേര് മരിച്ചു. മരിച്ചവരുടെ ഉറ്റവരുടയവരും വല്ലാത്തൊരു സങ്കടാണല്ലേ. ഇത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന പ്രവാസികളെ കേട്ടോ. കാരണം എന്താ പറയുക, പ്രവാസികൾ ഇതൊന്നും കാണുന്നില്ലെങ്കിലും അതിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ആ ഭീതിജനകമായ കാഴ്ചകളും കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പൊ എന്താ, എല്ലാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ജീവിച്ചിരിക്കുന്നവർ, മരിച്ചവരുടെ ബാക്കിയായ ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ, അവരെയൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാം. ഈ എന്താ പറയാ വേദന സഹിച്ചുകൊണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി എന്താ പറയാ, അവർക്ക് ക്ഷമ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. അപ്പൊ എന്താ പറയാ, ഇന്ന് രാവിലെ എണീറ്റപ്പോ നമ്മള് ക്യാൻറ്റീനിലെ ഫുഡ് എന്താ പറയുക, ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും, ഏതൊരാൾക്കും ഇഷ്ടമാണ്. വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഇഡ്ഡലിയും സാമ്പാറും. ഇഡ്ഡലി സാമ്പാറും ഒപ്പം അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. രാവിലെ മുരിങ്ങാക്കായ് കുറെ തെരഞ്ഞപ്പോ സാമ്പാറിൽ കിട്ടിയില്ല. അപ്പൊ ഇതാ മുരിങ്ങാക്കായ് ഇത് വേസ്റ്റ് ബോക്സ് കിടക്കുന്നു. പിന്നെ പാൽച്ചായ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബസ്സിൽ ഓടിക്കേറിയിട്ട് മണ്ടി കയറി. കാരണം നേരം വൈകിക്കുന്നു. നേരം വൈകി നേരം ഡ്രൈവർ ഇങ്ങനെ ഓൺ അടിച്ച് കൂക്കു കൂക്കു പറഞ്ഞ് ഓൺ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ നേരെ ഓടി കയറി. ഏതായാലും ബസ്സിൽ നേരെ നമ്മൾ ഷോപ്പിൽ ചെന്നു. ഷോപ്പിൽ ചെന്നപ്പോൾ അതാ ഒരാള് സാധനം കൊണ്ടുവന്നു കേട്ടോ. ബീഫിന്റെ റോളാണ്. കാര്യം ഇതെന്തിനാ ചോദിച്ചപ്പോ അയാൾ എന്നോട് ഇങ്ങോട്ട് പറയാം, പൂച്ചക്ക് കൊടുക്കാനാണ്, അയാൾക്ക് കഴിക്കാനല്ല, പൂച്ചക്ക് കൊടുക്കാനാണെന്ന് കേട്ടോ അവൾ പറഞ്ഞത്. ഒരു ശ്രീലങ്കക്കാരനാണ്, കുറച്ച് ഏജ് ആയ ആൾക്കാർ. ഇങ്ങനെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അത് പൈസ കൊടുത്ത് വാങ്ങിയാണ്ടട്ടോ കൊണ്ടുപോണത്. അയാൾ അങ്ങനെ യാത്രയായതല്ല. അയാളോട് അങ്ങനെ യാത്രയായ പറഞ്ഞ ഉച്ചക്ക് ചെന്നപ്പോ ക്യാൻറ്റീനിൽ നല്ല തിരക്കാണ്. എന്താ ഫുഡ് എന്നറിയില്ല. മീൻ പൊരിച്ചതും സാമ്പാറും കൈപ്പക്കപ്പേരും പിന്നെ പപ്പടയും കേട്ടോ. എന്താ പറയാ, അപ്പോഴാണ് ഇരുന്നപ്പോ ഒരുത്തൻ പറഞ്ഞു, ഞാൻ വയനാട്ടുകാരനാണ്, എന്റെ നാടിന്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി, അവിടെയാണ് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടന്നിക്കണേ. ഏതായാലും അവന്റെ കുടുംബത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും അവിടെ വരെ വെള്ളം, നമ്മളെ മലപ്പുറം ജില്ലയിൽ വരെ പ്രതിധ്വനി ഇതായിട്ടുണ്ടെന്നാ പറയുന്നത് കേട്ടോ. അത്രയും ഭയാനകമായ കാഴ്ചയായിരുന്നു. എല്ലാവരുടെയും ചർച്ച, ഫുഡ് കഴിച്ചപ്പോ എല്ലാവരുടെയും ചർച്ച അതെന്ന് കേട്ടോ. എല്ലാവർക്കും സങ്കടമായിട്ടുണ്ടായതായാലും വയനാട്ടുകാരും ഇവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുട്ടോ. ഇത് നമ്മളിവിടെ ഒപ്പം ഉള്ള ആളാട്ടോ, ശ്രീലങ്കക്കാരനാണ്. നമ്മളെ പോലെ തന്നെ ഒരു സെക്യൂരിറ്റിയാണ് സ്ഥാപനത്തെ. എന്താ പറയാ, ഇത് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന സഹകരണമൊക്കെ അവിടേക്ക് ചെയ്തു കൊടുക്കണട്ടില്ലേ വയനാട്ടിലേക്ക്. നമ്മുടെ സബ്സ്ക്രൈബർ ആരെങ്കിലുമൊക്കെ വയനാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും കോഴിക്കോടുള്ള ഒരു രണ്ടു മൂന്ന് ആൾക്കാർ പരിചയപ്പെടാൻ സാധിച്ചു മെസ്സേജിലൂടെ. അതൊക്കെ കഴിഞ്ഞ് ഷോപ്പൊക്കെ എത്തി. നമ്മൾ പാകിസ്ഥാനിട്ട് നമ്മക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നിരിക്കണു കുടിക്കാനും. അയാള് സ്വന്തമായിട്ട് വാങ്ങിയാണ്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ തരില്ല. ഞാൻ പറയാലോ, വീഡിയോയിൽ കാണിച്ചല്ലേ. അയാള് തലയും കുത്തി നിൽക്കാൻ. അയാള് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ അയാളും ചോദിച്ച് കാര്യങ്ങള്. നേപ്പാളിലെ കുറെ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരും ചോദിച്ചു എന്താണ് കേരളത്തിൽ സംഭവിച്ചത്. ഇന്ന് വൈകുന്നേരം 4 മണിയായപ്പോ നമ്മള് നേരെ പള്ളിയിൽ പോയിട്ടോ. അപ്പൊ പണ്ട് നമ്മളെ മൂച്ചിന്റെ ചോട്ടിൽ കൂടെ ഒക്കെ പോയ മാങ്ങ ഇറക്കിയെന്ന അനുഭവം വെച്ച് ഞാൻ ഈത്തപ്പഴം ഉണ്ടോ നോക്കാൻ വേണ്ടി വെറുതെ ഈത്തപ്പനന്റെ ചോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു നോക്കി. അല്ല, പോലത്തെ ഈത്തപ്പഴം ചാടിയിക്കണോന്ന്. അങ്ങനെ 2-3 ഒക്കെ ചെറിയ കേടുള്ള 2-3 കിട്ടിയതായാലും നല്ല രസമാണ്. എന്തായാലും കേട്ടോ, ഇവിടുത്തെ ഒരു പഴം അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് പച്ചപ്പഴം കഴിക്കണ മാതിരിയല്ല, ഇവിടെ നല്ല രസം എനിക്ക് അനുഭവപ്പെട്ടു. അതിപ്പോ വെറുതെ ഇങ്ങനെ 2-3 മരം ഉണ്ട് ഏതായാലും ഈ പള്ളിക്ക് ചുറ്റിലായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പൊ അവിടെ അങ്ങനെ തെരഞ്ഞു നല്ല വൃത്തി വെടുപ്പില് ആക്കിക്കണിട്ട് അതിന് ചുറ്റോറൊക്കെ. കാട് മൂടിയൊന്നും നല്ല കിടക്കണ അറിയില്ല. നമ്മളവിടെ ആരെങ്കിലൊക്കെ ഇതേപോലെ ചെറുപ്പത്തിൽ മാങ്ങ തരാൻ പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമാണ് കേട്ടോ. മാങ്ങ ഒക്കെ തരാൻ പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ. മാങ്ങ ചാടാൻ പോക്കെ പെറുക്കാൻ വേണ്ടി പോയില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൗണ്ടറിൽ നിന്നാണ്ട് നമ്മൾ കഴിക്കട്ടെ. കുരുക്കെ ഉണ്ടായിക്കണത് നല്ല മീഡിയം പോപ്പ് അറിയില്ല, അങ്ങനെ ആയിട്ടുള്ള സംഭവം. നല്ല രസമുണ്ട്. ചമർപ്പും വന്നിട്ട് വിടുകയും ചെയ്തേക്കണു. കുരു ഇങ്ങോട്ട് ഉണ്ടായിട്ട് അറിയില്ല. അതേപോലെ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ വൈകുന്നേരം ആയപ്പോ ഒരു ചായക്ക് നല്ല പൂതിട്ടോ. ഇവിടെ നമ്മളെ കേരളക്കാരൊരു ചായ ഉണ്ട്, ചായ മക്കാനി. അവിടെ പോയപ്പോ നല്ല വിശപ്പ് ഇങ്ങനെ അനുഭവപ്പെട്ടു. പള്ളി കാളെന്നറിയില്ലേ. അപ്പൊ വെറുതെ അവിടെ പോയപ്പോ ഒരു ചായയും കടിയും കുടിച്ചാലോ. അപ്പൊ ചായക്ക് 100 പിൽസും കടിക്ക് 100 പിൽസും നേടി പോയതാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഇതാട്ടോ, ബ്രെഡും അതിക്കെന്താ ചിക്കന്റെ മുട്ടന്റെ ഒക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 200 പിൽസല്ല. അപ്പൊ ഏതായാലും ചായ കുടിച്ചേക്കാം. ഫുഡ് കഴിക്കണ കുറച്ച് വൈകുക. കട്ടൻ ചായയും
ബ്രെഡ് പൊരി മാതിരി ഉണ്ടാവില്ല, അത്രയും കട്ടി കൂടിയ ഐറ്റംസ്. അതിക്ക് കുറച്ച് ഗ്രേവി ഐറ്റംസ് പോലത്തെ എന്തോ ഒരു ഇതും. അല്ല, 300 പീസ് ആയിട്ടോ, 200 പീസ് അല്ല, 300 പീസ് ബ്രെഡ്. ഈ ഐറ്റംസിന് 300 പീസ് ആണെന്ന് പറഞ്ഞു. ഇത് നല്ല കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല മീഡിയം, എന്താ പറയാ, ബ്രെഡിന്റെയും ചിക്കന്റെയും മുട്ടന്റെ ഒക്കെ ടേസ്റ്റ് വന്നു. അപ്പൊ എന്താ പറയാ, ആ ഗ്രേവിയിൽ ഇങ്ങനെ ഒപ്പിയാണ്ട് കഴിക്കാൻ നല്ല രസം തോന്നിട്ടോ. അപ്പൊ ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കട്ടൻ ചായ നല്ല ചൂടായിരുന്നു, തൊള്ള പൊള്ളി പോയിട്ടോ. അടിപൊളിയായിരുന്നു, ഒരു മീഡിയം മധുരം, എനിക്ക് ഇഷ്ടപ്പെട്ട മധുരം. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോതാ, വൈകുന്നേരം 11 മണിയായിട്ട് ഫുഡ് കഴിച്ചപ്പോ സംഭവം. അപ്പൊ എന്താ കഴിച്ചത്, ചിക്കനും ചപ്പാത്തി എന്നിട്ടോ, ചിക്കൻ കറിയും ചപ്പാത്തി, പിന്നെ നമ്മളെ മുളക് ഐറ്റംസ് ഉണ്ടായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്ത് തന്നെയായിരുന്നു. മുളകും പൈസ കൊടുത്തെടുത്ത് തന്നെ കേട്ടോ സംഭവം, ബില്ലൊക്കെ അടച്ചെടുത്ത് തന്നെയാണ്. ഷോപ്പാണെങ്കിൽ അങ്ങനെ മണ്ടി അടിച്ചാണ്ട് പോയി എടുക്കാനൊന്നും പറ്റില്ല, നമ്മള് ബില്ല് അടിച്ചെടുക്കണ്ട എന്തായാലും. അപ്പൊ കുക്കുംബറും മുളകും പാടെ ചിക്കൻ കറി നല്ല രസം ഉണ്ടായിരുന്നിട്ട്, അടിപൊളിയായിരുന്നു. കുക്കുംബർ ഇടക്ക് കഴിക്കണം നല്ലതാണ് അറിയണൊക്കെ ഓരോരുത്തര്. അപ്പൊ നല്ല പള്ളക്ക് നല്ല തണുപ്പും കിട്ടും, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ കറി. നല്ല, എന്താ പറയാ, കുക്കുംബറും മുളകും പാടെ കടിക്കുമ്പോ നമുക്ക് എരിവ് അനുഭവപ്പെടില്ല. ഈ മുളകിന് അത്ര എരിവൊന്നും അല്ല കേട്ടോ, എരിവ് അല്ല വലിപ്പമുള്ളൂ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ ചെക്കിങ് നമ്മള് ഷോപ്പിന്റെ ഉള്ളിൽ വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ നിൽക്കണ കണ്ട ഇഷ്ടം. നമ്മളെ കറുവത്തായിട്ട് ആദ്യം കാണിച്ചെന്ന് കറുവത്ത്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ട്സ് ഐറ്റംസുകളായിട്ടായി കാണുന്നത്. നല്ല ചൊറുക്കിൽ അടുക്കി വെച്ചിക്കണ, ക്ലോസിങ് ആയിക്കണ ഏകദേശം കേട്ടോ, സമയം 12 മണി ആയിക്കണം. അപ്പൊ ജസ്റ്റ് അടിയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് നോക്കി. നമ്മളെ ഇളനീരാട്ടാ, ഇളനീര് 2 വിധത്തിൽ വെച്ചിക്കണം, നല്ല ചൊറുക്കാക്കി വെച്ചിക്കണം. നമ്മളെ സാധാ പൊതിഞ്ഞാണ്ടും വെച്ചിക്കണം. പച്ചക്കറി നമ്മളെ പച്ചമുളക് ഇതായിട്ട് നമ്മളെടുക്കൽ മെയിൻ ആയിട്ട്. ഈ ഐറ്റംസ് എന്താന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അത് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുള്ളൂ. എന്താന്ന് അറിയാൻ വേണ്ടി അടിയിൽ കുറെ വായിച്ചു നോക്കി, പക്ഷെ പിടുത്തം കിട്ടുള്ള എന്ത് ഐറ്റംസ് ആണ് ഇത്. വെജിറ്റബിളിന്റെ സെക്ഷനിലാണ് ഇത് കണ്ടത് കേട്ടോ. നമ്മൾ ഈ കൂട്ടാനൊക്കെ വെക്കുന്ന ഐറ്റംസ് ഇല്ല, അതിന്റെ ഇതിലാണ് കണ്ടത്. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിട്ടോ. റൂമിലെത്തിയപ്പോതാ നമ്മളത് അലമാറിന്റെ ചാവി അവിടെ തന്നെ വെച്ച് മറന്നു പോയതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ അലക്കാനായിട്ട് അത്ര അലക്കാണ്ട്, ഇനിയിപ്പോ ഇതൊക്കെ നേരം പോലത്തെ നീച്ച് അലക്കണം. അപ്പൊ അതവിടെ കിടക്കട്ടെ, ഇനിയിപ്പോ നേരം വെളുത്തിട്ടാവാൻ ഇനി വയ്യ, ഏതായാലും ഭയങ്കര ക്ഷീണായിക്കും, ഉറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ റൂമിൽ ചെന്ന് നോക്കാം, റൂമിൽ ചെന്ന് ലൈറ്റ് ഇടാൻ പറ്റൂല കേട്ടോ. എന്തായാലും ബാത്റൂമൊക്കെ കാലിയാണ്, എല്ലാരും കടന്ന, ഏതായാലും റൂമ് ലൈറ്റ് ഒന്നും ഇല്ല, എല്ലാരും കടന്നിക്കണ തോന്നുന്നുണ്ട്. കിടക്കാനൊക്കെ ടൈമായി, ഏകദേശം എല്ലാരും പല ടൈമിലാവോണ്ടേ എല്ലാരും കടന്നിട്ടുണ്ടാവും. ഏതായാലും ലൈറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഉണ്ടോ നോക്കാൻ വേണ്ടിട്ടോ. വെള്ളം കാലി ആയിക്കണോ, ഒരുത്തൻ കടന്നില്ല, മൊബൈലിൽ കളിച്ചോണ്ടിരിക്കാണ്. ലൈറ്റ് ഓഫ് ആക്കിയാലും നമുക്ക് 2 തലക്കണ കേട്ടോ, ഒന്ന് കാലിന്റെ ഹോട്ടലാണ് ഒരു തലക്കന്, 2 തലക്കനി വേണം. അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ് പറയട്ടെ, അടുത്ത വീഡിയോ കാണാം.